ഏവർക്കും ക്രിസ്മസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിനേഷനിൽ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ്. 13 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, ഒരു 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, ഒരു 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. മെജോറിറ്റി വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടേറിയ ഒരു ചാപ്റ്റർ എന്ന രീതിയിലാണ് ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിനെ കാണുന്നത്. എന്നാൽ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ചാപ്റ്റർ വളരെ ഈസി ആകാനാണ് സാധ്യത, പ്രത്യേകിച്ച് എക്സാമിനേഷന്. ഈ ചാപ്റ്റർ തറവായി പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ചാപ്റ്ററിലെ കീ പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ഫോർമുലാസ് മസ്റ്റായിട്ട് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. സോ ഈ ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുലകൾ പഠിച്ചു തീർന്നതിന് ശേഷം മാത്രം ഇതിലെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ എക്സാമിനേഷന് എഴുതുവാൻ സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കീ പോയിന്റ്സ് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രോബ്ലംസ് തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല, എങ്കിലും ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് സാധ്യത. കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ ഇന്റഗ്രൽസും നമുക്ക് ഈസിയായി പഠിക്കാൻ സാധിക്കും, യാതൊരു സംശയമില്ല. സോ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ്: integral x raised to n dx equal to x raised to n plus 1 by n plus 1 plus c, where n not equal to minus 1. c is the integration constant. Integral 1 dx, that is x plus c. Integral root x, x raised to 3 by 2 by 3 by 2. Integral 1 by x square minus 1 by x. Integral e raised to x, e raised to x. Integral 1 by x log x. ഇത് ഓർത്തിരിക്കാനുള്ള ഷോർട്ട് കട്ട് ഒക്കെ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു, ട്രിക്സ് ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ കണ്ട് ഫോർമുലകൾ തറവാക്കുക. ഇതുവരെ പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം log x ന്റെ ഡെറിവേറ്റീവ് ആണ് 1 by x എങ്കിൽ 1 by x ന്റെ ഇന്റഗ്രൽ എന്താണ്? log x. അങ്ങനെ റിവേഴ്സ് ഓർഡറിൽ പഠിക്കാൻ സാധിക്കും. മസ്റ്റായിട്ട് ഡിഫറൻസിയേഷന്റെ ബേസിക് ഫോർമുല പഠിക്കുക, അതിനുശേഷം ഇതും പഠിക്കുക. ഇന്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ്, ഇന്റഗ്രൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്, ഇന്റഗ്രൽ ടാൻ എക്സ് ലോഗ് മോഡ് സീക്ക് എക്സ്, ഇന്റഗ്രൽ കോട്ട് എക്സ് ലോഗ് മോഡ് സൈൻ എക്സ്, ഇന്റഗ്രൽ സീക്ക് എക്സ് ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്, ഇന്റഗ്രൽ കൊസീക്ക് എക്സ് ലോഗ് മോഡ് കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ്, ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എങ്കിൽ ഇന്റഗ്രൽ സി സ്ക്വയർ എക്സ് ടാൻ എക്സ്, അത്രേ ഉള്ളൂ. ഇന്റഗ്രൽ കൊസീ സ്ക്വയർ എക്സ് മൈനസ് കോട്ട് എക്സ്, ഇന്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് സീക്ക് എക്സ്, ഇന്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ട് എക്സ് മൈനസ് കൊസീക്ക് എക്സ്. തീർച്ചയായും ഈ ഫോർമുലയിൽ ഞാൻ ഓടിച്ചു പോകുന്നേ ഉള്ളൂ. ഇതെങ്ങനെ ബൈഹാർട്ട് ചെയ്യാം, എങ്ങനെ മനസ്സിൽ ഉറപ്പിക്കാം എന്ന് ഞാൻ സൂചിപ്പിച്ച ഇന്റഗ്രേഷന്റെ വീഡിയോസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്, അത് കണ്ടു പഠിക്കുക. ഇന്റഗ്രൽ 1 by root 1 minus x square sin inverse x, ഇന്റഗ്രൽ 1 by 1 plus x square tan inverse x, ഇന്റഗ്രൽ 1 by x into root x square minus 1, that is sec inverse x. a raised to x ന്റെ ഇന്റഗ്രൽ a raised to x by log a. ഇന്റഗ്രൽ എ കോൺസ്റ്റന്റ് k into f of x വന്നാൽ കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കാം, ആ ഫംഗ്ഷനെ മാത്രം ഇന്റഗ്രേഷൻ ചെയ്യാം. പ്ലസും മൈനസും വന്നാൽ ഇന്റഗ്രൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. പ്രോഡക്റ്റ് റൂൾ, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. ഇന്റഗ്രൽ u into v dx, ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, then ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ into ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഈ കിട്ടുന്നതിന് ഒരിക്കൽ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇന്റഗ്രേഷൻ ചെയ്യേണ്ടതുണ്ട്. സോ പ്രോഡക്റ്റ് റൂൾ തറവായി പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് വന്നാൽ ഇന്റഗ്രൽ എന്താണ്? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. നെക്സ്റ്റ് വൺ ടൈപ്പ് 3 ആയിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ്, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ ഇന്റഗ്രൽ ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം. ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ്, അതായത് ഡിനോമിനേറ്ററിൽ റൂട്ടിനകത്തിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ 2 into root f of x എന്ന് എഴുതാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 9 ഫോർമുലാസ്. ഇന്റഗ്രൽ 1 by x square plus a square 1 by a tan inverse x by a. ഇന്റഗ്രൽ 1 by x square minus a square 1 by 2a log modulus of x minus a by x plus a. ഇന്റഗ്രൽ 1 by a square minus x square 1 by 2a log modulus of a plus x by a minus x. ഈ പറയുന്ന ഫംഗ്ഷനിൽ റൂട്ട് വന്നാൽ എന്ത് ചേഞ്ച് വരും? ഇന്റഗ്രൽ 1 by root x square plus a square log modulus of x plus root x square plus a square.
ഇന്റഗ്രൽ 1/√x² - a², ലോഗ് മോഡുലസ് ഓഫ് x പ്ലസ് √x²-a². ഇന്റഗ്രൽ 1/√a² - x², സൈൻ ഇൻവേഴ്സ് x/a. ഇത് ഓർത്തിരിക്കാനുള്ള ഷോർട്ട് കട്ട് ഇന്റഗ്രൽസ് A to Z എന്ന ഫോർമുലയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അത് കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് എലിപ്സ് ഒക്കെ ചെയ്യാൻ ആവശ്യമായ ഒരു ഫോർമുലയാണ് 35th ഫോർമുല. 3 ഫോർമുലയും പഠിക്കുക. ഇന്റഗ്രൽ √x² + a² ഈക്വൽ ടു x/2. ക്വസ്റ്റ്യൻ അതുപോലെ √x² + a² പ്ലസ് a²/2 ലോഗ് മോഡുലസ് ഓഫ് x പ്ലസ് √x² + a². ഇന്റഗ്രൽ √x² - a², x/2 √x² - a² മൈനസ് a²/2 ലോഗ് മോഡുലസ് ഓഫ് x പ്ലസ് √x² - a². Finally, most important one, integral √a² - x², x/2 √a² - x² plus a²/2 sin inverse x/a. ഈ 3 ഫോർമുലയുടെയും പ്രത്യേകത മനസ്സിലായി. x/2 മൂന്നിലും കണ്ടോ, x/2 ക്വസ്റ്റ്യൻ അതുപോലെ, ദെൻ പ്ലസ് a²/2 കഴിഞ്ഞിട്ട് ഈ മേളത്തെ ഫോർമുല അതുപോലെയാണ് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നുണ്ടോ. ഇത് ഇവിടെ വന്നു, അടുത്ത സൈൻ ഇൻവേഴ്സ് ഇവിടെ വന്നു. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. ഇവിടെ മാത്രം മൈനസ് വരും, ബാക്കി രണ്ടിലും പ്ലസ് വരും. അങ്ങനെയൊക്കെ ഓർത്തിരിക്കാം. നെക്സ്റ്റ് 36th ഫോർമുല ഇപ്പോൾ സിലബസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? അകത്തിരിക്കുന്ന ഫംഗ്ഷൻ ഇന്റഗ്രേഷൻ ചെയ്തിട്ട് ആദ്യം എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുക. ആ ഐഡിയ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇന്റഗ്രൽ a to b f(x) dx ഈക്വൽ ടു ഇന്റഗ്രൽ a to b f(y) dy. അതായത് ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ വേരിയബിൾ ചേഞ്ച് ചെയ്താലും വാല്യൂവിന് വ്യത്യാസം വരത്തില്ല. ഇന്റഗ്രൽ 0 to π/2 sin x ന്റെ വാല്യൂ തന്നെ ആയിരിക്കും ഇന്റഗ്രൽ 0 to π/2 sin y യുടെ വാല്യൂ. അതാണ് ഈ പ്രോപ്പർട്ടി സൂചിപ്പിക്കുന്നത്. ഇന്റഗ്രൽ a to b f(x) dx അതിനെങ്ങനെ എഴുതാം? മൈനസ് ഇന്റഗ്രൽ റിവേഴ്സ് ഓർഡറിൽ b to a, അതായത് ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു മൈനസ് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഇന്റഗ്രൽ a to b f(x) dx ഈക്വൽ ടു ഇന്റഗ്രൽ a to c f(x) dx പ്ലസ് ഇന്റഗ്രൽ c to b f(x) dx വേർ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. നമ്മുടെ പീസ് വൈസ് ഫംഗ്ഷൻ ഒക്കെ വരികയാണെങ്കിൽ a മുതൽ c വരെ ഒരു ഫംഗ്ഷനും c മുതൽ b വരെ മറ്റൊരു ഫംഗ്ഷനും ആണെങ്കിൽ ഇതുപോലെ ഇന്റഗ്രൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് 2 ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണ്. ഇന്റഗ്രൽ a to b f(x) dx ഈക്വൽ ടു ഇന്റഗ്രൽ a to b f ഓഫ് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് a പ്ലസ് b മൈനസ് x എന്ന് എഴുതാം. a to b f(x) dx ഈക്വൽ ടു ഇന്റഗ്രൽ a to b f ഓഫ് a പ്ലസ് b മൈനസ് x എന്ന് എഴുതാം. ഇതിന്റെ സ്പെഷ്യൽ കേസ് ആണ് ഇന്റഗ്രൽ 0 to a f(x) dx ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a f ഓഫ് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് x. 0 പ്ലസ് a തന്നെയാണ്, a മൈനസ് x. ഈ പ്രോപ്പർട്ടി 42 ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ മൈനസ് a to a f(x) dx ഈക്വൽ ടു 0 എന്ന് എഴുതാം ഇഫ് f ഓഫ് മൈനസ് x ഈക്വൽ ടു മൈനസ് f ഓഫ് x. അതായത് f ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ മൈനസ് a to a f(x) dx എന്തായിരിക്കും? 0. എന്നാൽ ഇന്റഗ്രൽ മൈനസ് a to a f(x) dx എങ്ങനെ എഴുതാം? 2 into ഇന്റഗ്രൽ 0 to a f(x) dx if f of x is even. ഈവൻ എന്ന് പറഞ്ഞാൽ f ഓഫ് മൈനസ് x സിംപ്ലിഫൈ ചെയ്യുമ്പോൾ f ഓഫ് x തന്നെ കിട്ടണം അല്ലെ. x² x⁻⁴ mod x cos x ഇതൊക്കെ ഈവൻ ഫംഗ്ഷൻ എക്സാമ്പിൾ. x³ x⁵ tan x sin x ഒക്കെ ഓഡ് ഫംഗ്ഷൻ എക്സാമ്പിൾ. ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്താൽ ഓഡ് ഫംഗ്ഷൻ. ആ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിലെ പ്രോബ്ലംസ് ചെയ്യുന്നത്. 2 ഫോർമുല കൂടെ പറയുന്നുണ്ട്, അത് അത്രയും ഇമ്പോർട്ടന്റ് അല്ല. ഇന്റഗ്രൽ 0 to 2a f(x) dx ഈക്വൽ ടു 0 എന്ന് എഴുതാം ഇഫ് f of 2a minus x equal to minus f of x. Next one, 0 to 2a f(x) dx നെ 2 into integral 0 to half of upper limit a f of x എന്ന് എഴുതണമെങ്കിൽ if f of 2a minus x equal to എന്തായിരിക്കണം? plus f of x. അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എന്നാൽ 43 44 ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞു എന്ന് മാത്രം, കാരണം ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അത് ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അത് കണ്ട് പഠിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല ഇന്റഗ്രൽസ്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അത് പഠിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ. അല്ല എങ്കിൽ ഫോർമുല പഠിച്ചിട്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചാലും മതി. സോ അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇന്റഗ്രൽ x² into 1 minus 1/x² dx. ഇതെങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യും? ഇത് ടൈപ്പ് 1 ഡയറക്റ്റ് ഇന്റഗ്രേഷൻ. ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, സംഗതി കഴിഞ്ഞു.
ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1 എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും 1 ബൈ എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താൽ ക്യാൻസൽ ചെയ്താൽ 1 കിട്ടും. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ പവർ ഒന്ന് കൂട്ടണം, എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അപ്പൊ എക്സ് ക്യൂബ് ബൈ എന്താണ് 3 മൈനസ് 1ന്റെ ഇന്റഗ്രൽ എക്സ് പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി. വളരെ സിമ്പിൾ ആണ്, ഫോർമുല അറിയാമെങ്കിൽ മാത്രം. എന്താണ് എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ബൈ 3 അത്രയേ ഉള്ളൂ. 1 ഇന്റഗ്രൽ എന്താണ് എക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2 ഇന്റഗ്രൽ ഇ റൈസ് ടു 2x പ്ലസ് 3. ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്, അത് മാത്രമേ നമുക്ക് എക്സ് എന്ന് അസ്യൂം ചെയ്യാവൂ. അപ്പൊ ഇത് എക്സ് എന്ന് അസ്യൂം ചെയ്താൽ ഇ റൈസ് ടു എക്സ് അതിന്റെ ഇന്റഗ്രൽ അത് തന്നെ ഡിവൈഡഡ് ബൈ അതിന്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ചെയ്യണം. അതിന്റെ ഡെറിവേറ്റീവ് എന്താണ് 2x പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് 2, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ്. സോ ഇതിന്റെ ആൻസർ എന്താണ് ഇ റൈസ് ടു 2x പ്ലസ് 3 ബൈ 2 എന്ന് വരും. ഇ റൈസ് ടു ഇത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എക്സ് എന്ന് അസ്യൂം ചെയ്തു. ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ്, അതായത് ഇ റൈസ് ടു എക്സിന്റെ പ്ലേസിൽ 2x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 എഴുതുക, ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 1 വേർഡ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ, അതാണ് ഫോർമുല. 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ് 2x. therefore ഇതിന്റെ ഇന്റഗ്രൽ എന്താണ് ലോഗ് മോഡുലസ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് വൺ ഫൈൻഡ് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇപ്പൊ ഡിസ്കസ് ചെയ്ത മറ്റൊരു പ്രോപ്പർട്ടിയാണ് എ ഫംഗ്ഷൻ പ്ലസ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് വന്നാൽ ആൻസർ എന്താണ് ആ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഫംഗ്ഷൻ എന്ന് എഴുതാം. ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് വന്നാൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് ആൻസർ. അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ എന്താണ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. ഈ 4 ക്വസ്റ്റ്യനും 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. ഫൈൻഡ് ഇന്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. നമ്മുടെ ടൈപ്പ് 4 ആണ്. ബ്രാക്കറ്റിനകത്തിരിക്കുന്നത് എക്സ് എന്ന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 5 പുട്ട് ഈ അകത്തിരിക്കുന്ന സംഗതി ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു യു, രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ഡി എക്സ്, യുവിന്റെ ഡെറിവേറ്റീവ് ഡി യു. ഇനി നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതുക. ഇന്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇന്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് എന്താണ് യു. അടുത്ത് dx by 1 plus x square, dx by 1 plus x square എന്താണ് du. sin u ന്റെ ഇന്റഗ്രൽ എന്താണ് മൈനസ് കോസ് യു പ്ലസ് സി. മൈനസ് കോസ് യു ന്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കുക, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി വിച്ച് ഈസ് ദ ആൻസർ. ഇത്തരത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. നെക്സ്റ്റ് വൺ ആൾസോ ഇമ്പോർട്ടന്റ് വൺ. ഇന്റഗ്രൽ 1 by root of 7 minus 6x minus x square. അപ്പൊ ഇതിനെ 1 by root s square minus x square എന്ന ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. റൂട്ട് ഇല്ല എങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്റഗ്രൽ 1 by root of ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നതിന് വേണ്ടി എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് +1 ആക്കണം. അതിനുവേണ്ടി ഒരു മൈനസ് കോമൺ ആയിട്ട് എടുക്കുന്നു. ആ മൈനസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ മൈനസ് പുറത്തെടുത്താൽ പിന്നെ എന്ത് കിട്ടും? പ്ലസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് പ്ലസ് 6x. ഈ +7 എന്നൊരു മൈനസ് എടുത്താൽ -7. നെക്സ്റ്റ് ഇന്റഗ്രൽ 1 by root of മൈനസ് ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നതിന് വേണ്ടി ആദ്യത്തെ 2 ടേം അതുപോലെ എഴുതുക. 6ന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫ് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ് 6, അതിന്റെ പകുതി എടുക്കുക 3. അത് സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്ന പ്രൊസീജിയർ എന്താണ്? ആദ്യത്തെ 2 ടേം അതുപോലെ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക 6, അതിന്റെ പകുതി എന്താണ് 3. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് ആഡ് ചെയ്യേണ്ടതും സബ്ട്രാക്ട് ചെയ്യേണ്ടതും. ഈ ലാസ്റ്റ് -7 അതുപോലെ 1 by root മൈനസ് ഈ ഫസ്റ്റ് 3 ടേം എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഇങ്ങനെ എഴുതുമ്പോൾ അത് എഴുതുന്ന എളുപ്പവഴി എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്, അടുത്തൂടെ പ്ലസ് എങ്കിൽ പ്ലസ്, മൈനസ് എങ്കിൽ മൈനസ്. അടുത്ത മൂന്നാമത്തെ ടേമിന്റെ റൂട്ട് 9ന്റെ റൂട്ട് എന്താണ് 3, ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് ഈ ആദ്യത്തെ 3 ടേം എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. -9 -7 അതെന്താണ് -16. -16 എങ്ങനെ എഴുതാം? 4 സ്ക്വയർ. ഇനി ഈ മൈനസ് അകത്തോട്ട് ഓപ്പൺ ചെയ്താൽ ഈ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആവും. അതായത് ഇന്റഗ്രൽ 1 by root 4 സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ പഠിച്ച ഒരു ഫോർമുലയാണ്. ഇന്റഗ്രൽ 1 by root of s സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എന്താണ് 1 by root of s സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, എക്സ് പ്ലസ് 3 by 4. അപ്പോൾ തീർച്ചയായും ഫോർമുല പഠിച്ചാലേ ചെയ്യാൻ പറ്റൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7.
ഇന്റഗ്രൽ 1/x² + 16 1/x² പ്ലസ് ഇത് 4² എന്ന് എഴുതാം 1/x² + a² എന്താണ് ഫോർമുല 1/a tan inverse x/a. അപ്പൊ 1/16ന്റെ റൂട്ട് 4 ആണല്ലോ 1/4 tan inverse x/a. a എന്ന് പറഞ്ഞാൽ 4. ഡയറക്റ്റ് ഫോർമുലയാണ്. ഫോർമുല പഠിച്ചാലേ അത് മനസ്സിലാകത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഫൈൻഡ് ഇന്റഗ്രൽ x² + 1 into x² + 4 dx. പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം പുട്ട് x² = u. അപ്പൊ x² എന്തായി u. x² + 1 എന്തായി മാറും u + 1. x² + 4 u + 4. ഇത് ഇന്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം a കോൺസ്റ്റന്റ് a ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് b ബൈ സെക്കൻഡ് ഫാക്ടർ എഴുതുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഈ ടേം കൊണ്ട് ഈച്ച് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ u = a into u + 4 പ്ലസ് b into u + 1 ഇങ്ങനെ കിട്ടും. എന്നിട്ട് യുവിന് -4 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് -4 ഇത് 0 ആയിപ്പോയി. ഇവിടെ -3b. അപ്പൊ b = 4/3 എന്ന് കിട്ടും. അടുത്തതിനകത്ത് ഈ ഇക്വേഷനകത്ത് യുവിന് -4 കൊടുത്തപ്പോൾ ഒരു അൺനോൺ കിട്ടി. അടുത്ത് യുവിന് എന്ത് കൊടുക്കണം -1. അപ്പോൾ മറ്റൊരു അൺനോൺ കിട്ടും. കംപ്ലീറ്റ് കൊടുക്കണം കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ -1 = ഇവിടെ -1 4 - 1 3. അപ്പൊ 3a ഇത് 0 ആയിപ്പോ കേട്ടോ. അപ്പോൾ a എന്താണ് -1/3. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. ഇന്റഗ്രൽ x² + 1 into x² + 4 dx = ഇന്റഗ്രൽ എന്താണ് a/u + 1. a എന്ന് പറയുന്നത് -1/3 by u + 1. u എന്ന് പറഞ്ഞാൽ എന്താണ് x² കൊടുത്തു പ്ലസ് അടുത്തെന്താണ് b/u + 4. b എന്തായിരുന്നു നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. b എന്തായിരുന്നു 4/3. 4/3 ബൈ എന്താണ് u + 4 എന്ന് പറഞ്ഞാൽ x² + 4. ഇനി ഇത് ഇന്റഗ്രേഷൻ ചെയ്യണം. -1/3 കോൺസ്റ്റന്റ് മാറ്റിവെച്ചു. ഇന്റഗ്രൽ 1/1 + x² tan inverse x ഡയറക്റ്റ് ഫോർമുലയാണ്. അടുത്തൂടെ 4/3 മാറ്റിവെച്ചു. 1/x² + a² 2² എന്ന് എഴുതാം. 1/a 1/2 tan inverse x/a x/2 പ്ലസ് c. ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൊടുത്താൽ ആൻസർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. റിവിഷൻ ക്ലാസ് കണ്ട് തന്നെ പഠിക്കുക. ഇന്റഗ്രൽ x² into log x ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗരിതമിക് ഫംഗ്ഷൻ ആണെങ്കിൽ പോളിനോമിയലിന് മുന്നേ എഴുതണം. അപ്പോൾ ഇത് റിവേഴ്സ് ഓർഡറിൽ എഴുതുക. ഫസ്റ്റ് ഫംഗ്ഷൻ log x x² സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എഴുതുക. ഇനി പ്രോഡക്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ then integral of second x² ന്റെ ഇന്റഗ്രൽ x³/3 മൈനസ് ഇന്റഗ്രൽ ഓഫ് log x ന്റെ ഡെറിവേറ്റീവ് 1/x. ഈ എഴുതിയത് അതുപോലെ അകത്ത് എഴുതുക. ഓക്കെ. നെക്സ്റ്റ് log x into x³/3 ഇവിടെ -1/3 ഇനി പുറത്തെടുത്തു. പിന്നെ x³/x എന്ന് പറഞ്ഞാൽ x². നെക്സ്റ്റ് ഇത് അതുപോലെ എഴുതി -1/3 x²ൻ്റെത് x³/3. ആ 3യും ഈ 3യും കൂടെയാണ് 9 ആകുന്നത്. സോ ബൈ പാർട്സ് റൂൾ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് log x ന്റെ ഡെറിവേറ്റീവ് എഴുതുക. ദെൻ ഈ ഫംഗ്ഷൻ അതുപോലെ റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് അകത്തിരിക്കുന്നതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരിക്കൽ കൂടെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 tan inverse x/1 + x² dx. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. tan inverse x ന് u എന്ന് കൊടുക്കുക. രണ്ട് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1/1 + x² dx = എന്ത് കിട്ടും? du എന്ന് കിട്ടും. നെക്സ്റ്റ് ഇത് എക്സിന്റെ ലിമിറ്റ് ആണ്. അതിൽ യുയിലേക്ക് മാറ്റണം. x 0 ആകുമ്പോൾ u എന്താണ്? ഇതെവിടെ കൊടുത്താൽ x 0 ആകുമ്പോൾ u tan inverse 0 അത് 0. അടുത്ത x 1 ആകുമ്പോൾ u എന്താണ്? ഇവിടെ കൊടുക്കുക tan inverse 1 that is 45 അല്ലെങ്കിൽ π/4. Now 0 to 1 tan inverse x/1 + x² dx = ഇന്റഗ്രൽ ന്യൂ ലിമിറ്റ് u എന്താണ്? 0 to π/4. ഇന്റഗ്രൽ 0 to π/4. നെക്സ്റ്റ് എന്താണ്? tan inverse x എന്ന് പറഞ്ഞാൽ u ആണ് അല്ലേ? അപ്പൊ u then dx/1 + x² ന്റെ പ്ലേസിൽ du എന്ന് കൊടുക്കാം. ഈക്വൽ ടു എക്സിന്റെ ഇന്റഗ്രൽ x²/2. അപ്പൊ u എന്തായിരിക്കും? u²/2. ലിമിറ്റ് 0 to π/4. ആദ്യം യുവിന് അപ്പർ ലിമിറ്റ് π/4 കൊടുക്കുക. അപ്പോൾ π²/16/2 അതാണ് π²/32 മൈനസ് യുവിന് 0 കൊടുക്കുമ്പോൾ 0. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ആദ്യം യുവിന് ഈ അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് യുവിന് ലോവർ ലിമിറ്റ്. സോ ആൻസർ ആയി π²/32. നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ 0 to π/2 sin raised to 4x by sin raised to 4x plus cos raised to 4x dx.
ഇതൊരു സ്പെഷ്യൽ കേസാണ്. റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് അങ്ങനെയൊക്കെ ചോദിച്ചാലും ലെറ്റ് ഐ ഈക്വൽ ടു ഗിവൺ ക്വസ്റ്റ്യൻ എടുത്തെഴുതുക. എന്നിട്ട് പ്രോപ്പർട്ടി നമ്പർ 5 ഇന്റഗ്രൽ 0 to a f of x നെ നമ്മൾ എങ്ങനെ പറയും? 0 to a f of a minus x അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. സോ ഇന്റഗ്രൽ 0 to pi by 2 sin raised to 4 എക്സിന്റെ പ്ലേസിൽ ഇതാ ഈ സംഗതി pi by 2 മൈനസ് എക്സ് കൊടുക്കണം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ അതേപോലെ sin raised to 4 pi by 2 മൈനസ് എക്സ് പ്ലസ് cos raised to 4 pi by 2 മൈനസ് എക്സ്. മേളില് sin 90 മൈനസ് എക്സ് കോസ് ആണല്ലോ, അപ്പൊ ഇതെന്തായി മാറും? cos raised to 4x. sin 90 മൈനസ് എക്സ് കോസ്, അപ്പൊ cos raised to 4x പ്ലസ് ഇത് cos 90 മൈനസ് എക്സ് sin x, അപ്പൊ sin raised to 4x. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇപ്പൊ കിട്ടിയത് ഇക്വേഷൻ നമ്പർ 2. രണ്ട് തമ്മിൽ ആഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ഐയും ആഡ് ചെയ്താൽ 2i. ഇവിടെയും 0 to pi by 2, ഇവിടെയും 0 to pi by 2 അതുപോലെ എഴുതി. ഡിനോമിനേറ്ററിൽ ഇതേ ടേം തന്നെയാണ് ഇവിടെയും, അപ്പൊ അത് അതുപോലെ എഴുതി. മേലുള്ളത് മാത്രം ആഡ് ചെയ്യുക. sin raised to 4x പ്ലസ് cos raised to 4x. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. സോ 0 to pi by 2 ജസ്റ്റ് dx. 1ന്റെ ഇന്റഗ്രൽ x. ലിമിറ്റ് വാരീസ് ഫ്രം 0 to pi by 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? pi by 2 മൈനസ് 0 ദാറ്റ് ഈസ് pi by 2. 2i ആണ് pi by 2 എങ്കിൽ i എന്ന് പറയുന്നത് എന്തായിരിക്കും? pi by 4. എഴുതി പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇന്റഗ്രൽ മൈനസ് pi by 2 to പ്ലസ് pi by 2 sin raised to 7x dx. sin raised to 7 എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ് എങ്കിൽ മൈനസ് a to a വന്നതുകൊണ്ട് ആൻസർ 0. സോ ഇതിന്റെ വാല്യൂ 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13 ഫൈൻഡ് ഇന്റഗ്രൽ 2 to 8 മോഡുലസ് ഓഫ് x minus 5 dx. ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ഏറ്റവും സാധ്യത നേരത്തെ ഡിസ്കസ് ചെയ്ത ഇന്റഗ്രൽ 0 to pi by 2 sin ക്യൂബ് x ബൈ sin ക്യൂബ് x പ്ലസ് cos ക്യൂബ് x അല്ലെങ്കിൽ 0 to pi by 2 റൂട്ട് sin x ബൈ റൂട്ട് sin x പ്ലസ് റൂട്ട് cos x dx ആ ടൈപ്പ് ആകാം. ഇനി അത് ചോദിച്ചില്ല എങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. സോ വി ഹാവ് ടു ഫൈൻഡ് ഇന്റഗ്രൽ 2 to 8 മോഡുലസ് ഓഫ് x minus 5 dx. നിങ്ങൾക്കറിയാം mod x ന്റെ ഡെഫിനിഷൻ minus x when x less than or equal to 0 plus x when x greater than or equal to 0. അപ്പോൾ mod x minus 5 ഇത് ഡിഫൈൻ ചെയ്യുമ്പോൾ x ന്റെ വാല്യൂ 5നേക്കാളും ചെറുതാകുമ്പോൾ മൈനസ് ഓഫ് x minus 5 വരും. x ന്റെ വാല്യൂ 5നേക്കാളും വലുത് വരുമ്പോൾ x minus 5 എന്ന് വരും. മൈനസ് ഓഫ് ദിസ് ഫംഗ്ഷൻ വരുന്നത് എപ്പോഴാണ്? x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇവിടെ ഇന്റഗ്രൽ 2 to 8. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? 2 മുതൽ 5 വരെ ഒരു സ്വഭാവവും 5 മുതൽ 8 വരെ മറ്റൊരു സ്വഭാവവും. അതായത് x ന്റെ വാല്യൂ 5നേക്കാളും ചെറുത് വരുമ്പോൾ മൈനസ് ഓഫ് ദിസ് ടേം മൈനസ് ഓഫ് x minus 5 ആൻഡ് 5 to 8 ഗ്രേറ്റർ ദാൻ 5 വരുമ്പോൾ സെയിം ഫംഗ്ഷൻ x minus 5. മോഡ് x ന്റെ ഡെഫിനിഷൻ ആണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ഇനി എന്ത് ചെയ്യണം? ഇന്റഗ്രേഷൻ. ഈ മൈനസ് ഔട്ട്സൈഡ് എടുത്തു. x ന്റെ ഇന്റഗ്രൽ x²/2 മൈനസ് 5 × 5x ബ്രാക്കറ്റ് കൊടുക്കുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുക 2 to 5 പ്ലസ് അടുത്ത് ഇവിടെയും ഇന്റഗ്രേഷൻ. x ന്റെ ഇന്റഗ്രൽ x²/2 മൈനസ് 5 ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു x 5x. ലിമിറ്റ് വാരീസ് ഫ്രം എന്താണ്? 5 to 8. മൈനസ് ഔട്ട്സൈഡ് ഉള്ള അതുപോലെ എഴുതി. ഇനി ഡെഫിനിറ്റ് ഇന്റഗ്രൽ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ആദ്യം അപ്പർ ലിമിറ്റ് എക്സിന് കൊടുക്കുക, മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുക. ആദ്യം എക്സിന് 5 കൊടുത്താൽ 25/2 മൈനസ് 5 × 5 എന്താണ്? 25 മൈനസ് അത് ഫോർമുല ഇത്. നെക്സ്റ്റ് എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുക 2² 4/2 ദാറ്റ് ഈസ് 2 മൈനസ് 5 × 2 10 പ്ലസ് സിമിലർലി ആദ്യം അപ്പർ ലിമിറ്റ് ഇവിടെ കൊടുക്കുക. 8 കൊടുത്താൽ 8² 64/2 32 മൈനസ് 5 × 8 40 മൈനസ് ഇത് ഫോർമുല. അടുത്ത ലോവർ ലിമിറ്റ് എക്സിന് 5 കൊടുത്താൽ 25/2 മൈനസ് 25 എന്ന് കിട്ടും. നെക്സ്റ്റ് ഈ മൈനസ് ഓപ്പൺ ചെയ്താൽ മൈനസ് 25/2 മൈനസും മൈനസും പ്ലസ് 25. ഇവിടെ ഈ മൈനസും ഈ മൈനസും പ്ലസ് ആയി. 2 മൈനസ് 10 എന്താണ്? മൈനസ് 8. അടുത്ത 32 മൈനസ് 40 ദാറ്റ് ഈസ് മൈനസ് 8. അടുത്ത ഈ മൈനസ് ഓപ്പൺ ചെയ്താൽ മൈനസ് 25/2. അടുത്ത മൈനസും മൈനസും പ്ലസ് 25. നിങ്ങൾക്കറിയാം 25ൽ നിന്ന് 25ന്റെ പകുതി കുറച്ചാൽ 25ന്റെ പകുതി, 25ന്റെ പകുതിയും 25ന്റെ പകുതിയും മൈനസ് 25. അതായത് ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം 25ഉം 25ഉം 50. 50ൽ നിന്ന്
ഇത് 25ന്റെ പകുതി, ഇത് 25ന്റെ പകുതി. 50 നിന്നപ്പോൾ -25, ഇത് 12.5, ഇതും 12.5, -12.5, -12.5, -25. 50 നിന്ന് 25 കുറച്ചാൽ 25, 25 നിന്ന് 16 കുറച്ചാൽ 9 എന്ന് കിട്ടും. കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഓക്കെ, സാധ്യത കുറവാണ് എങ്കിലും അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഈ വർഷം പ്രതീക്ഷിക്കാം എന്നുള്ളത് കൊണ്ട് അതുകൂടെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. നെക്സ്റ്റ് വൺ, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ, പാർഷ്യൽ ഫ്രാക്ഷൻ. നേരത്തെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കേസ് ക്വസ്റ്റ്യൻ സൂചിപ്പിച്ചു. ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ x by x plus 1 into x plus 2 dx. മേളിൽ ഫസ്റ്റ് ഡിഗ്രി, താഴെ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ്. ഡിനോമിനേറ്റർ സെക്കൻഡ് ഡിഗ്രി ആണ്. സോ വി ക്യാൻ അപ്ലൈ പാർഷ്യൽ ഫ്രാക്ഷൻ. ഡിനോമിനേറ്റർ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് വരികയാണെങ്കിൽ സം ഓഫ് ഫാക്ടേഴ്സ് ആക്കുന്ന മെത്തേഡ്, അതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. അകത്തിരിക്കുന്ന ഫംഗ്ഷൻ എടുത്തെഴുതുക. x by x plus 1 into x plus 2 equal to a constant a by first factor x plus 1 plus another constant b by second factor x plus 2. ഇനി ഒരു ഫാക്ടർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പ്ലസ് c by തേർഡ് ഫാക്ടർ എടുത്തെഴുതുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേം കൊണ്ട് ഈച്ച് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ ഇക്വേഷനെ x plus 1 into x plus 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഹിയർ x plus 1 into x plus 2 മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലാം ക്യാൻസൽ ചെയ്താൽ x. ഇവിടെയും x plus 1 into x plus 2 മൾട്ടിപ്ലൈ ചെയ്യുക. x plus 1 പോയാൽ a into x plus 2 പ്ലസ് ഇവിടെയും x plus 1 into x plus 2 മൾട്ടിപ്ലൈ ചെയ്യുക. x plus 2 പോയാൽ b into x plus 1. മറ്റൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇതിലെ രണ്ട് ടേം വന്നാൽ മേളിലിരിക്കുന്ന x എഴുതുക ഈക്വൽ ടു a into x plus 2 പ്ലസ് b into x plus 1. അങ്ങനെ ഈസി ആയിട്ടും ചെയ്യാം, എങ്കിലും കാര്യം മനസ്സിലാക്കി ചെയ്യുക. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വാല്യൂസ് ഓഫ് a ആൻഡ് b. അതിനുവേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഇക്വേഷനിൽ പുട്ട് x ഈക്വൽ ടു -2 കൊടുക്കുക. അത് കൊടുക്കാൻ കാരണം ഈ ടേം നമുക്ക് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ x plus 2 അത് 0 ആകണമെങ്കിൽ x ന് എന്ത് കൊടുക്കണം? -2. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ x ന് -2, ഇവിടെ -2 കൊടുത്താൽ 0, ഇവിടെ -2 plus 1 എന്ത് കിട്ടും? -1 into b, അത് -b. മൈനസും ക്യാൻസൽ ചെയ്താൽ b ഈക്വൽ ടു 2. നെക്സ്റ്റ് പുട്ട് x ഈക്വൽ ടു, ഇവിടെ x plus 1, അപ്പൊ x ഈക്വൽ ടു എന്ത് കൊടുക്കണം? -1. അടുത്ത് b ആണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. സോ കംപ്ലീറ്റ് കൊടുക്കണം. ലെഫ്റ്റ് സൈഡിൽ -1 ഈക്വൽ ടു, ഇവിടെ കൊടുത്താൽ 2 -1, 1 into a, ഈ ടേം 0. സോ a ഈക്വൽ ടു -1. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ x by x plus 1 into x plus 2 dx ഈക്വൽ ടു ഇന്റഗ്രൽ, ഈ സംഗതി എന്ന് പറയുന്നത് എന്താണ്? a by x plus 1, a എന്ന് പറഞ്ഞാൽ -1 by x plus 1 പ്ലസ് b by x plus 2, b എന്ന് പറഞ്ഞാൽ 2 by x plus 2 ഈക്വൽ ടു ഇന്റഗ്രേഷൻ. ഇന്റഗ്രൽ 1 by x എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് x, അപ്പൊ മൈനസ് അതുപോലെ 1 by x plus 1 എന്ത് വരും? ലോഗ് മോഡ് x plus 1 പ്ലസ് 2 മാറ്റി വെച്ചു. ഇന്റഗ്രൽ 1 by x plus 2 എന്ത് വരും? ലോഗ് മോഡുലസ് ഓഫ് x plus 2 പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. അത് മറന്നു പോകരുത്. ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വർഷത്തെ മോഡൽ എക്സാമിനേഷന് ചോദിച്ചത് ഫൈൻഡ് ഇന്റഗ്രൽ e raised to x into sin x. അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് മറ്റൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, e raised to x into cos x. സാധ്യത 50-50 ആണ്, എങ്കിലും ഇതൊരു സ്പെഷ്യൽ കേസ് ക്വസ്റ്റ്യൻ ആണ്. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, അതുകൊണ്ട് ഇതുകൂടെ നമുക്ക് മനസ്സിലാക്കാം. ഫൈൻഡ് ഇന്റഗ്രൽ e raised to x into cos x, എക്സ്പോണൻഷ്യൽ into sin, എക്സ്പോണൻഷ്യൽ into cos x വന്നാൽ നമ്മൾ കാണേണ്ട ഇന്റഗ്രലിനെ i എന്ന് കൊടുക്കണം. ഇതൊരു സ്പെഷ്യൽ കേസ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് i ഈക്വൽ ടു ഇന്റഗ്രൽ e raised to x into cos x dx. ഇവിടെ e raised to x ഫസ്റ്റ് ഫംഗ്ഷൻ ആയാലും സെക്കൻഡ് ഫംഗ്ഷൻ ആയാലും കുഴപ്പമില്ല, ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇപ്പൊ പ്രോഡക്റ്റ് റൂൾ എന്താണ്? പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, അടുത്ത ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇന്റഗ്രൽ cos x sin x മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇവിടെ ഇരിക്കുന്ന ആദ്യത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x. അടുത്ത ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് ഈ എഴുതിയത് അതുപോലെ എഴുതുക, sin x. ഇന്റഗ്രൽ ഓഫ് cos x അതാണ് എഴുതിയത്. അടുത്ത i ഈക്വൽ ടു ഇത് അതുപോലെ എഴുതി മൈനസ് വീണ്ടും ഇന്റഗ്രൽ e raised to x into sin x. അഗൈൻ വി ഹാവ് ടു അപ്ലൈ പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഇന്റഗ്രൽ ഓഫ് sin x എന്താണ്? മൈനസ് cos x മൈനസ് ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് e raised to x. അടുത്ത ഈ sin x ന്റെ ഇന്റഗ്രൽ, അതായത് ഈ സാധനം മൈനസ് cos x അതുപോലെ എഴുതുക. അടുത്ത ഈ ടൈം അതുപോലെ ഈ മൈനസും കൂടെ പ്ലസ് e raised to x into cos x. ഈ മൈനസും പ്ലസ്, പ്ലസും ഈ മൈനസും കൂടെ മൈനസ്. പിന്നെ എന്തുണ്ട്? ഇന്റഗ്രൽ e raised to x into cos x. വീണ്ടും എന്ത് അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ.
അങ്ങനെ ഇതൊരിക്കലും എന്താണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോസസ്സായി കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ ഇതൊരു ഇവിടെ ഇതൊരു ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഈ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ തന്നിട്ടുള്ള ഇന്റഗ്രലിനെ ഐ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ്, ദാറ്റ് ഈസ് ഐ എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ മൈനസ് എന്ത് കൊടുക്കാം? ഈ ഇന്റഗ്രലിന് പ്ലേസിൽ ഐ എന്ന് കൊടുക്കാം. ഈ മൈനസ് ഐ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ഐ, ഓൾറെഡി ഒരു ഐ ഉണ്ട്, ഐ പ്ലസ് ഐ എന്ത് കിട്ടി? 2i. പിന്നെ ഇവിടെ എന്തുണ്ട്? ഇ റൈസ് ടു എക്സ് കോമൺ ആയിട്ട് എടുത്താൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ഇവിടെ 2i ആണ്, ആ 2 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. സോ ഐ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി. സോ ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസും, അതായത് ഷുവർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും ഒന്നും പഠിക്കാത്ത കുട്ടികൾ ഈ പ്രോബ്ലംസ് എങ്കിലും പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും ഈ ചാപ്റ്ററിലെ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ആദ്യം ഫോർമുലകൾ തറവായി പഠിക്കുക, അതിനുശേഷം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ഡേ മറ്റൊരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.